പാതാളത്തിൻ്റെ കവാടങ്ങൾ. ജിസ ജോസ് എഴുതിയ കഥ. അബിൻ മരിച്ചിട്ട് 28ാമത്തെ ദിവസമായിരുന്നു. അബിൻ ടോമി വർഗീസ് മുല്ലശ്ശേരിൽ എന്ന നീളൻ പേരെഴുതിയ മാർബിൾ ഫലകം അവൻ്റെ കല്ലറയിൽ പതിപ്പിച്ചത് ഇന്നലെയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞാനത് കാണുകയും ഇത്രയും നീണ്ടൊരു പേര് അവന് താങ്ങാനാവുമോ എന്ന് സംശയിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം പേരെന്താണെന്ന് അബിൻ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിരുന്നോ? അബി എന്ന് വിളിക്കുമ്പോൾ അവൻ തലയാട്ടുന്നതും ചിരിക്കുന്നതും കണ്ണുകൾ വിടർത്തുന്നതുമൊക്കെ എൻ്റെ മാത്രം സങ്കല്പങ്ങളായിരുന്നിരിക്കണം. ഞാൻ ആ കല്ലറയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി എനിക്ക് മാത്രം കേൾക്കാവുന്ന ഒച്ചയിൽ അബീ എന്ന് വിളിച്ചു. അബിൻ ടോമി വർഗീസിനെ ഞാൻ അറിയില്ലല്ലോ എന്ന് പിറുപിടുത്തു. എനിക്ക് പുറകിൽ നിന്ന് തോളത്ത് കുലുക്കി വിളിച്ച് ടോമി നന്നായിട്ടില്ലേ എന്ന് ചോദിച്ചു. എന്ത് എന്ന് ഞാനൊരു നിമിഷം അമ്പെടുന്നു. ഈ 28 ദിവസവും നന്നായില്ലേ, നല്ലതായില്ലേ എന്നീ ചോദ്യങ്ങൾ എവിടെ നിന്നുണ്ടായാലും എന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അബിൻ്റെ മരണം നന്നായില്ലേ എന്നാണോ അവരുദ്ദേശിക്കുന്നതെന്ന് എനിക്കുള്ളിൽ വിറയൽ പായും. ഇന്നലെ സെമിത്തേരിയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ടോമി ഒരു യാത്ര പോകാൻ നിശ്ചയിച്ചിരിക്കുന്നതായി പറഞ്ഞു. ഇത്ര നാളും ഒരു യാത്രയും എനിക്ക് സ്വസ്ഥമായ മനസ്സോടെ പോകാൻ പറ്റിയിട്ടില്ല. വണ്ടി കയറി 10-20 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും എനിക്ക് ടെൻഷനാവും. അബിന് വല്ല പ്രയാസവും വരുമോ, നിനക്കൊറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ചിലപ്പോൾ ഞാൻ തിരിച്ചു വരും, പലപ്പോഴും അതിന് പറ്റാറില്ല. പക്ഷേ മനസ്സ് കലങ്ങി വേവലാതിപ്പെട്ടും ആ യാത്രകളും മൊത്തം കുളമായി പോകും. അബിന് കടുത്ത അപസ്മാരമുണ്ടാവുകയോ പനിച്ചു വിറക്കുകയോ ഒക്കെ ചെയ്തിരുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരുന്ന ചില രാത്രികൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോഴൊന്നും ടോമി കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏതൊക്കെയോ വിദൂരദേശങ്ങളിൽ അബിനെക്കുറിച്ചോർത്ത് അശാന്തമായ മനസ്സോടെ ഉഴറുകയായിരുന്നത്രേ ടോമി. എനിക്ക് കണ്ണുകൾ നീറി. കാലം തെറ്റി പറയുന്ന ചില വാക്കുകൾ നുണയായാലും സത്യമായാലും ഒരുപോലെ അപ്രസക്തമാണ്, ആവശ്യമില്ലാത്തതുമാണ്. അന്നേരം ഞാൻ ടോമിക്ക് ചൂടുള്ള ചപ്പാത്തി വിളമ്പുകയായിരുന്നു. 3 എണ്ണം ഇട്ടപ്പോൾ ടോമി മതിയെന്ന് വിലക്കി. ഗ്രീൻ പീസ് കറി മസാലയിട്ട് ഇറച്ചിക്കറി പോലെ വെച്ചത് രുചികരമായിരുന്നു. ഇനി നമുക്ക് ഇറച്ചിയൊക്കെ വെക്കാം, 28 ദിവസമായില്ലേ. കറിപ്പാത്രത്തിലേക്ക് മടുപ്പോടെ നോക്കി ടോമി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു. അല്ലെങ്കിലും എന്തിനാണ് ഇത്തരം ആചരണങ്ങൾ? നമ്മളെല്ലാം ശരിക്ക് ചെയ്തു, നന്നായിട്ട് ചെയ്തു. അവൻ സന്തോഷമായിട്ട് പോയി. എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. എങ്ങോട്ടെങ്കിലും ഓടിപ്പോവണമെന്ന് ഞാൻ കൊതിച്ചു. ടോമിയും ഇറച്ചി മണമുള്ള ഗ്രീൻ പീസ് മസാലയും ഒന്നുമില്ലാത്ത ഏതെങ്കിലും ഇരുട്ടുമൂലയിൽ ഒളിച്ചിരിക്കണം. എന്നിട്ട് ഞാൻ അനങ്ങാതെ എൻ്റെ പാത്രത്തിലെ ചപ്പാത്തി പിച്ചിപ്പറിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ദിവസം ആരംഭിക്കുന്ന യാത്രയുടെ പ്ലാൻ ടോമി വിശദമായി പറഞ്ഞു. ഏതോ ഹിൽ സ്റ്റേഷൻ. ഞാനതിൽ പകുതിയും കേട്ടില്ല. എൻ്റെ പ്ലേറ്റിലെ ചപ്പാത്തികൾ കുനുകുനാന്നുറങ്ങിക്കൊണ്ടിരുന്നു. ശോശച്ചേടത്തി ഉണ്ടല്ലോ ഇവിടെ, ഞാൻ തിരിച്ചു വന്നിട്ട് അവരെ പറഞ്ഞു വിടാം. അല്ലെങ്കിലും ഇനി അവരുടെ ആവശ്യം എന്താ? നമുക്ക് ടൗണിനടുത്തേക്ക് മാറുന്നതിനെ പറ്റിയും ആലോചിക്കാം. നിനക്ക് എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അതല്ലേ സൗകര്യം. ടോമി എന്നെ സന്തോഷിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. 25 വർഷങ്ങൾക്ക് മുൻപേ പൂട്ടിയടച്ചു വെച്ചതൊക്കെ വീണ്ടും തുറക്കാൻ തിരക്ക് പിടിച്ച് കാത്തിരിക്കുകയാണ്. ഞാൻ എന്നായിരിക്കും ടോമി കരുതുന്നത്? അന്നതൊന്നും ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയുമെന്നോർത്തു തന്നെയായിരുന്നു ഓരോന്നിനും അന്ന് താഴിട്ടത്. പക്ഷേ അതിങ്ങനെ നീണ്ടു അതിനെക്കുറിച്ച് എനിക്ക് നഷ്ടബോധമൊന്നും ഇല്ലെന്നോർക്കുമ്പോൾ ഞാൻ അതിശയിക്കാറുണ്ടായിരുന്നു. എൻ്റെ പാഷൻ, സ്കിൽ ഞാൻ ഉറുമ്പ് അരിമണികൾ ശേഖരിക്കുന്നത് പോലെ കൂട്ടിവെച്ചും കൂട്ടിച്ചേർത്തു ആരംഭിച്ച
എൻ്റെ ഡിസൈനിങ് സ്ഥാപനം. ലോകമറിയുന്ന സംരംഭകയാകണമെന്ന എൻ്റെ സ്വപ്നം എല്ലാം 25 വർഷം മുൻപേ ഞാൻ മാറ്റിവെച്ചു. എൻ്റെ മുൻഗണന അഭിനായി. അവനൊന്ന് നോർമലായിട്ട്, അവൻ നടക്കാൻ തുടങ്ങിയിട്ട്, മിണ്ടാൻ തുടങ്ങിയിട്ട്, സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട്, പിന്നെ ആഗ്രഹങ്ങൾ ചുരുങ്ങി വന്നു. അവൻ സ്വന്തം കാര്യം സ്വയം ചെയ്യാനെങ്കിലും തുടങ്ങിയിട്ട്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും. പക്ഷേ ഒരിക്കലും അബിൻ മരിച്ചു കഴിഞ്ഞിട്ടെല്ലാം വീണ്ടും ആരംഭിക്കാമെന്ന് ഞാൻ സങ്കല്പിച്ചിട്ടില്ലെന്ന് ടോമിയോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പറഞ്ഞാലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ല ഞാനെന്ന് അവന് മനസ്സിലാകണമെന്നില്ല. ഞങ്ങൾ പരസ്പരം ശ്രദ്ധിക്കാതായിട്ടും 25 വർഷങ്ങളായിട്ടുണ്ടാകും. ഞങ്ങൾ അബിനെ മാത്രം നോക്കി. ആദ്യമൊക്കെ പ്രതീക്ഷയോടെ, പിന്നെ കടുത്ത സങ്കടത്തോടെ, പിന്നെ എപ്പോഴോ ഇത് വിധിയാണെന്ന മരവിപ്പോടെ. അതിനിടയിൽ ഞങ്ങൾ രണ്ടുപേർക്കുമിടയിലെ ഉറവകൾ വറ്റിപ്പോയി. കൊച്ചെണീറ്റ് പോ, തിന്നുന്നില്ലേ? ശോശച്ചേടത്തി അടുത്തു വന്ന് എൻ്റെ തോളത്ത് തട്ടിയപ്പോഴാണ് ടോമി കഴിച്ചു തീർത്ത് എഴുന്നേറ്റ് പോയെന്നും ഞാൻ അപ്പോഴും ചപ്പാത്തി പിച്ചിപ്പീറിയിരിക്കുകയാണെന്നും തിരിച്ചറിഞ്ഞത്. ഞാൻ ശോശച്ചേടത്തിക്ക് മുഖം കൊടുക്കാതെ എഴുന്നേറ്റ് പോയി. മുറിക്കുള്ളിൽ ടോമി പാക്കിങ്ങിലാണ്. അവൻ്റെ നീലപ്പെട്ടി കിടക്കയിൽ വായ തുറന്നിരിക്കുന്നു. തേച്ചുമടക്കി ഉടുപ്പുകൾ പെട്ടിയിൽ വെക്കുന്നതിനിടയിൽ ടോമി പെട്ടെന്ന് പറഞ്ഞു, നോക്ക്, എത്ര വലിയ പെട്ടിയാണ്. ഫാമിലി ട്രിപ്പിന് പറ്റിയത്. നമുക്കൊരുമിച്ച് എങ്ങോട്ടെങ്കിലും പോകണം. എത്ര കാലമായി നീ എവിടെയെങ്കിലും പോയിട്ട്? ഒരു വിദേശയാത്ര തന്നെ. സഹതാപം തിങ്ങി നിറഞ്ഞ ടോമിയുടെ ശബ്ദം എന്നെ മടുപ്പിച്ചു. തൊട്ടടുത്ത് നിന്നൊരാൾ സംസാരിക്കുമ്പോൾ തെറിക്കുന്ന തൊപ്പൽ തുള്ളികൾ പോലെ. സഹതാപം എന്നെ അറപ്പിക്കും. ഞാൻ എവിടെയും പോകാതായിട്ട് വർഷങ്ങളായി. മരിച്ചടക്ക്, ഒഴിവാക്കാനാവാത്ത കല്യാണം, മനസ്സമ്മതം, ആശുപത്രി സന്ദർശനം, കേറി താമസം, പരമാവധി 2-3 മണിക്കൂർ നീളുന്ന ഇടവേളകൾ. അതും എണ്ണത്തിൽ എത്ര കുറവായിരിക്കും. എനിക്കതെല്ലാം ഓർമ്മയുണ്ട്. ടോമിയും അതൊക്കെയാവും ആലോചിച്ചത്. എനിക്കിനി പുറത്തേക്ക് തോന്നും പോലെ കറങ്ങി നടക്കാം. ടോമിയെപ്പോലെ ഞാനൊരു യാത്ര പോകുന്നു എന്ന് പ്രഖ്യാപിച്ച് പെട്ടിയെടുത്ത് പുറപ്പെടാം. വേണമെങ്കിൽ അവനൊപ്പം തന്നെ പോകാം. വിദേശയാത്രയ്ക്ക് പോലും പോകാം. അബിൻ ഒറ്റക്കാണല്ലോ. അവന് ഫുഡ് കൊടുക്കണമല്ലോ, ഡയപ്പർ മാറ്റണമല്ലോ. അത്തരം ചിന്തകളോ തടസ്സങ്ങളോ ഇല്ലാത്ത സ്വച്ഛമായ യാത്രകൾ. ടോമി അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുഖം തുടച്ചുകൊണ്ട് ടോമി പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് ഒരു കുഞ്ഞുകൂടി വേണ്ടിയിരുന്നു. എങ്കിൽ ഇപ്പോഴിത്ര ഒറ്റപ്പെടലുണ്ടാവുമായിരുന്നില്ല. എന്താ നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി സീരിയസായി ആലോചിക്കാതിരുന്നത്? ഒരു തമാശ കേൾക്കണോ? മന്ത്രയുടെ അന്ന് മോനപ്പള്ളിയിലെ കുഞ്ഞമ്മ എന്നോടിത് പറഞ്ഞു. പ്രായമായതൊന്നും പ്രശ്നമല്ല. കുഞ്ഞമ്മയുടെ മകള് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലാണല്ലോ. അവൾ സീനിയർ ഡോക്ടർ. ഇങ്ങനത്തെ ലേറ്റ് പ്രഗ്നൻസി കാര്യത്തിൽ എക്സ്പേർട്ടാണ്. എനിക്ക് ടോമി പറഞ്ഞത് ശരിക്കും മനസ്സിലായില്ല. അബിൻ്റെ മന്ത്ര, അവൻ മരിച്ചിട്ട് 7-ാം ദിവസത്തെ പ്രാർത്ഥന. എല്ലാ ബന്ധുക്കളും ഉണ്ടായിരുന്നു. അപ്പവും നെസ്കഫിയും ഉണ്ടായിരുന്നു. പ്രാർത്ഥനാ മുറിയിലെ കുഞ്ഞു ട്രേ ചെറിയ നോട്ടുകൾ കൊണ്ട് നിറഞ്ഞു. ശോശച്ചേട്ടത്തി ഉറക്കമൊഴിഞ്ഞുണ്ടാക്കിയ കുഞ്ഞൻ ഉണ്ണിയപ്പങ്ങൾ നിറച്ചു വെച്ച പാത്രം വേഗത്തിൽ ഒഴിഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഇത്തരമൊരു കാര്യം കുഞ്ഞമ്മ പറഞ്ഞു. ടോമി മിണ്ടാതെ കേട്ടുനിന്നു. ഇപ്പോൾ തമാശ എന്നോണം എന്നോടത് പറയുന്നു. എനിക്കെല്ലാവരോടും വെറുപ്പ് തോന്നി. അബിൻ മരിച്ചതും മറ്റൊരു കുഞ്ഞിനെ പറ്റി. എല്ലാം നോർമലായിരുന്നെങ്കിൽ അബിൻ്റെ കുഞ്ഞുങ്ങൾ പിച്ച നടക്കേണ്ടുന്ന വീട്ടിൽ. ഇനി ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞ്
അബിൻ്റെ മുറിയിലേക്ക് പോയി. ആദ്യമൊക്കെ ടോമിയും ഇവിടെ തന്നെ ആയിരുന്നു ഉറങ്ങിയിരുന്നത്. പിന്നെ പിന്നെ ലൈറ്റ് ഇടുന്നത്, ഉറക്കമില്ലാതെ അബിനുണ്ടാകുന്ന ഒച്ചകൾ. എപ്പോഴായിരുന്നു ടോമി മറ്റേ മുറിയിലേക്ക് മാറിയതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഞാൻ. ഒറ്റയടിക്കായിരുന്നില്ല, പകുതി പകുതിയായി. പലപ്പോഴായി ടോമി ഞങ്ങളുടെ ലോകത്ത് നിന്നിറങ്ങിപ്പോയി. രാവിലെ ജോലിക്ക് പോകേണ്ടതല്ലേ. ഉറക്കം ശരിയാവുന്നില്ല. ഞാൻ ഇച്ചിരി നേരം ആ മുറിയിൽ കിടന്നുറങ്ങട്ടെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോയി അതിനെ നോർമലാക്കി എടുക്കുകയായിരുന്നു ടോമി. ചില രാത്രികളിൽ അബിൻ്റെ കിടക്കയിലിരുന്ന് അവനോട് മിണ്ടാൻ ശ്രമിക്കുന്ന ടോമിയോട്, ഉറങ്ങാറായില്ലേ, പോയി കിടക്കൂ എന്ന് ഞാൻ തന്നെ പറഞ്ഞുവിടുന്നത്രയും സ്വാഭാവികമായി തീർന്നു ആ മാറിക്കിടപ്പ്. അബിൻ്റെ കട്ടിലിൽ ശോശച്ചേടത്തി വിരിച്ച വെള്ള ലിനിൽ പൂക്കൾ തുന്നിയ ഷീറ്റിൽ ഞാൻ വിരലോടിച്ചു. അലമാരിയിലെ പഴയ സാധനങ്ങൾ ഒഴിവാക്കുമ്പോൾ ഇത്തരം എംബ്രോയ്ഡറിയും കട്ട് വർക്കുകളും ചെയ്ത കുറേ തുണിത്തരങ്ങൾ ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ കൗതുകത്തോടെ ഇഷ്ടത്തോടെ ചെയ്തിരുന്നത്. കുറേയൊക്കെ അക്കാലത്ത് എപ്പോഴോ ആർക്കോ പലർക്കും കൊടുത്ത് ഒഴിവാക്കിയിരുന്നു. ബാക്കി വന്നതെല്ലാം ആ തുറക്കാത്ത അലമാരിയുടെ തട്ടുകളിൽ കിടക്കുന്നത് ഞാൻ പോലും മറന്നുപോയി. കഴിഞ്ഞ ദിവസമാണ് ശോശച്ചേടത്തി അതെല്ലാം പുറത്തെടുത്തത്. എല്ലാം പൊടിയടിഞ്ഞും നിറം മങ്ങിയും. എന്നിട്ടും ഓരോന്നും ചെയ്തത് എപ്പോഴാണെന്ന് കൂടി ഞാൻ ഓർത്തെടുത്തു. ഈ വിരി ചക്കോളാസിൽ നിന്ന് തുണി വാങ്ങി നല്ല മഴയുള്ള ഒരു ദിവസം ഉച്ചവരെ കൊത്തിയിരുന്ന് ഞാൻ ചെയ്തതാണ്. അന്നത്തെ മഴയത്ത് മുറ്റത്ത് മുട്ടുവരെ വെള്ളം കയറി മഴയിൽ നനഞ്ഞു കുളിച്ചാണ് ടോമി അന്ന് ഉണ്ണാൻ വന്നത്. ഇനിയും ആലോചിച്ചാൽ അന്നത്തെ വിഭവങ്ങൾ എന്തായിരുന്നുവെന്നുകൂടി എനിക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞേക്കുമെന്നായപ്പോൾ ഞാൻ ആലോചന നിർത്തി. ഒക്കെ കത്തിച്ച് കളഞ്ഞേക്കൂ ചേട്ടത്തി. പൊടിയും തുമ്മലും സഹിക്കാനാവാതെ ഞാൻ പറഞ്ഞു. പക്ഷേ ശോശച്ചേടത്തി ഒന്നും നശിപ്പിച്ചില്ല. എത്ര ഭംഗിയുള്ളതാ, എന്തോരം കഷ്ടപ്പെട്ട് തയ്ച്ചതാ എന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴുകി ഉണക്കിയെടുത്തു. സ്റ്റോർ റൂമിലിരുന്ന തയ്യൽ മെഷീൻ വെളിച്ചമുള്ളിടത്തേക്ക് വലിച്ച് പൊടി തട്ടി ഓയിലൊഴിച്ച് രണ്ട് ചെറിയ ഷീറ്റുകൾ കൂടി തുന്നി പുതിയ ബെഡ്ഷീറ്റാക്കി. ഒരു ഭാഗത്ത് ലാവൻഡറും മറുഭാഗത്ത് ബേബി പിങ്കും നിറമുള്ള പൂക്കൾ. പക്ഷേ ആ ചേർച്ചയില്ലായ്മയും എന്തൊരു ഭംഗിയാണിപ്പോൾ. അബിനുള്ളപ്പോൾ ഒരിക്കലും കിടക്കയിൽ നല്ല വിരികൾ വിരിക്കാൻ പറ്റില്ലായിരുന്നു. അവൻ വളഞ്ഞു പിളഞ്ഞുള്ള നീളമുള്ള കാലുകൾ കൊണ്ട് സദാ കിടക്കയിൽ തല്ലിക്കൊണ്ടിരിക്കും. ഉള്ളിലേക്ക് മടങ്ങിയ കൈവിരലുകൾ കൊണ്ടും അവൻ അതുതന്നെ ചെയ്യും. വിരിച്ചു കിടത്തുമ്പോൾ തന്നെ ഷീറ്റ് ചുളുങ്ങിപ്പോകും. പഴകിയ ഷീറ്റുകൾ മാത്രമായിരുന്നു അബിന് വിരിച്ചു കൊടുത്തത്. എനിക്ക് കുറ്റബോധം തോന്നി. നല്ലതൊന്നും അവന് വേണ്ടി കരുതിയില്ല. നല്ല ഉടുപ്പുകൾ, നല്ല വിരിപ്പുകൾ, നല്ല ഭക്ഷണം, ഒന്നും. പ്രായം കൂടി വന്നതോടെ അവൻ്റെ ശരീരം നീളുകയും കൈകാലുകൾ കൂടുതൽ കൂടുതൽ വളയുകയും ചെയ്തു. ഷർട്ടും ബനിയനുമൊക്കെ ഇട്ടുകൊടുക്കുന്നത് പ്രയാസമായി. വളരെ ലൂസായ ടീഷർട്ടുകൾ, മിക്കതും ടോമിയുടെ പഴയത്. വളരെ വലിയ ബർമുട, അതൊക്കെ ഇട്ട് പഴകി നരച്ച ഷീറ്റ് വിരിച്ച് ഈ കിടക്കയിൽ അബിൻ്റെ വളഞ്ഞു പിരിഞ്ഞ ഉടലൽ. അവൻ അവിടെ കിടക്കുന്നുണ്ടെന്ന് എനിക്കൊരു മാത്ര തോന്നി. അതിനൊപ്പം അവരെങ്ങനെയാണ് അവനെ ശവപ്പെട്ടിയിൽ കിടത്തിയതെന്ന് വിട്ടുമാറാത്ത സംശയവും എന്നെ അലട്ടി. ഞാൻ സെഡേഷനിലായിരുന്നു. ഉണരുമ്പോൾ പെട്ടിക്കുള്ളിൽ പൂക്കൾക്കിടയിൽ വെളുത്ത ഉടുപ്പുകളിട്ട് അവൻ നിവർന്നു കിടക്കുന്നു. നേരിയ ചിരി ആ ചുണ്ടുകളിലുണ്ടെന്ന് എനിക്ക് തോന്നി. അവൻ്റെ വളഞ്ഞു പിരിഞ്ഞ ദേഹം എങ്ങനെ നിവർന്നു എന്നാണ് ആ നിമിഷം ഞാൻ ഓർത്തത്. ഈ ദിവസങ്ങൾക്കിടയിൽ 1-2 വട്ടം ഞാനത് ശോശച്ചേടത്തിയോട് ചോദിച്ചിട്ടുണ്ട്. അവർ എൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. അവൻ നന്നായി ഒരുങ്ങി കർത്താവിനടുത്തേക്ക് തിരിച്ചുപോയെന്ന് ആശ്വസിക്കൂ എന്ന് മന്ത്രിച്ചു. എനിക്ക് ആശ്വാസമുണ്ടായില്ല. കർത്താവിനരികിൽ അവൻ ഏത് രൂപത്തിലായിരിക്കും? 26 വയസ്സുള്ള സൗന്ദര്യവും ആരോഗ്യവുമുള്ള യുവാവ്. എങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അവനെ തിരിച്ചറിയാനാകുമോ? സാമാന്യത്തിലധികം തടിയുമായി 2 ദിവസം മുഴുവൻ എന്നെ വേദനിപ്പിച്ചിട്ടായിരുന്നു അവൻ പുറത്തു വന്നത്.
പ്രസവിച്ചതിൻ്റെ പിറ്റേന്ന് അമ്മ കുളിമുറിയിലേക്ക് മാറിയൊരു നിമിഷം വെളുത്തു തുടുത്ത കുഞ്ഞിനെ പേടിയോടെ കയ്യിലെടുത്ത് എൻ്റെ നെറ്റിയിൽ ടോമി തലോടിയ നിമിഷം ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നു. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നുന്നു. വിറയലാർന്ന ശബ്ദത്തിൽ അത് പറയുമ്പോൾ ടോമിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഉമ്മ എനിക്ക് വേണ്ട, ഇവന് കൊടുക്കൂ. ഇളം റോസ് നിറമുള്ള കുഞ്ഞിക്കൈകളിൽ വിരൽ കൊടുത്ത് അഭിമാനത്തിലും പ്രണയത്തിലും നിറഞ്ഞു തുളുമ്പിക്കൊണ്ട് ഞാൻ പറഞ്ഞു, പ്രൗഡ് പാരൻസ്. എത്ര വേഗം അതെല്ലാം അവസാനിച്ചു. ചവിട്ടി നിന്ന ലോകം കീഴ്മേൽ മറിഞ്ഞതുപോലെ. എന്നിട്ടും വീഴാതെ അതിനുള്ളിൽ തലകുത്തി നിന്ന വർഷങ്ങൾ. എത്ര വേദനാകരമായ ശീർഷാസനമായിരുന്നു അത്. എല്ലാവരും പറഞ്ഞു, ബെല്ലയും ടോമിയും സമ്മതിക്കണം. എത്ര കൂളായി, നോർമലായി അവരീ അവസ്ഥയെ സ്വീകരിച്ചു. ഒട്ടും കൂളായിരുന്നില്ല, ഒന്നും നോർമലായിരുന്നില്ല. തല കുത്തനെ നിൽക്കുകയായിരുന്നു. ഒരു റോളർ കോസ്റ്റിൽ ശരവേഗത്തിൽ കറങ്ങുന്നത് പോലെ നിരന്തരം തല പൊട്ടിത്തെറിക്കുകയും ഉടലാസകലം ചിന്നിച്ചിതറുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ആരെയും അറിയിച്ചില്ലെന്ന് മാത്രം. ഇവിടെയാണോ കിടക്കുന്നത്? എന്നാൽ ഓക്കെ, വെളുപ്പിന് ഞാൻ പോകും. ലൈറ്റിട്ട് നിനക്ക് ഡിസ്റ്റർബൻസ് ആകണ്ട. ഗുഡ് നൈറ്റ്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തും. പിന്നീട് നമുക്കെല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തണം. ചില ഡിസിഷൻസ് എടുക്കണം. മുറിയുടെ വാതിൽക്കൽ വന്നു നിന്ന് ടോമി പറഞ്ഞു. ഒരു മാത്ര എന്തോ ആലോചിച്ചു നിന്നിട്ട് അകത്തു വന്ന് നെറ്റിയിൽ മെല്ലെ ഉമ്മ വച്ചു. എനിക്ക് വല്ലാതെ തോന്നി. ഇത്തരം സ്നേഹപ്രകടനങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് ഞാൻ പോകുന്നതിൽ പ്രയാസമില്ലല്ലോ എന്ന് ടോമി ചോദിച്ചു. ശോശച്ചേടത്തിയുണ്ടല്ലോ, നീ അവർക്കൊപ്പം കംഫർട്ടാണെന്ന് എനിക്കറിയാം. മെല്ലെ മെല്ലെ നമ്മൾ നോർമലായേ മതിയാവൂ ബെല്ലേ. എൻ്റെ യാത്ര അതിനുള്ള ശ്രമമാണ്. നീയും അതിന് തയ്യാറാവണം. ഞാനില്ലാത്ത ദിവസങ്ങളിൽ നീ അതിന് ശ്രമിക്കുമെന്ന് മനസ്സിൽ നിശ്ചയിക്കൂ. ടോമി എൻ്റെ തോളത്ത് തട്ടി ഗുഡ് നൈറ്റ് പറഞ്ഞുപോയി. എന്തൊക്കെ നാടകങ്ങളാണെന്ന് ഞാൻ അമ്പരന്നു. ഇത്തരം വാക്കുകൾ, ഈ വാചകങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണ് ഒരാളുടെ മുഖത്ത് നോക്കി പറയുക? മോട്ടിവേഷണൽ ക്ലാസ്സിലോ സൈക്കോളജിസ്റ്റിൻ്റെ മുന്നിലിരിക്കുകയാണ് ഞാനെന്ന് ടോമി കരുതുന്നുണ്ടോ? അവൻ നോർമൽ അല്ലേ എന്ന് എനിക്കാദ്യമായി സംശയം തോന്നാൻ തുടങ്ങി. രാവിലെ ടോമി പോകുന്നതിൻ്റെ ഒച്ചയനക്കങ്ങളൊക്കെ കേട്ടെങ്കിലും ഞാൻ എഴുന്നേറ്റില്ല. ശോശച്ചടത്തി കട്ടനുണ്ടാക്കി കൊടുത്തിരിക്കും. അന്നു പകൽ ഉച്ചയോണിന് തൈരും കടുമാങ്ങിയും ഇച്ചിരിശെ തോരനും മതിയെന്ന് നിശ്ചയിച്ചതുകൊണ്ട് ഞങ്ങൾ 2 പേരും വെറുതെ ഇരിക്കുകയാണ്. മുൻപാണെങ്കിൽ ഈ സമയത്ത് അഭിന് ചോറ് കൊടുക്കലും തുടച്ചു കൊടുക്കലുമൊക്കെയായി ശ്വാസം വിടാൻ ഇടകിട്ടാത്ത സമയമാണ്. അവൻ ചിലപ്പോൾ ഛർദ്ദിച്ചെന്നു വരാം. ചിലപ്പോൾ ഇറക്കാതെ വായുടെ 2 കോണിലൂടെയും ഒലിച്ചിറങ്ങും. വേറെ ചിലപ്പോൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടും. അവൻ മാത്രമല്ല, ഞാനും ശോശച്ചേടത്തിയും എല്ലാം മരണവെപ്രാളം എടുക്കും. അവനെ കമിഴ്ത്തി തലതൂക്കി കിടത്തി പുറത്ത് ബലമായി തട്ടി ശോശച്ചേടത്തി ഞാനും കൂടി എങ്ങനെയൊക്കെയോ കുടുങ്ങിക്കിടക്കുന്ന ഭക്ഷണം പുറത്തെടുക്കും. അബിൻ്റെ ഓരോ ഭക്ഷണവേളയും സത്യത്തിൽ എനിക്ക് പീഡാനുഭവമായിരുന്നു. അവൻ ആവശ്യത്തിന് കഴിക്കണം. കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ടും എപ്പോഴും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മഴയുടെ ഒരുക്കം അറിയിച്ച് ഇടയ്ക്കിടെ ദുർബലമായ ഇടിയൊച്ച മുഴങ്ങുന്നുണ്ടായിരുന്നു. വെയിൽ മാഞ്ഞ് ചുറ്റുപാടും മങ്ങിയൊരു നിഴൽ പരന്നു കിടന്നു. ബെല്ലേ, ഞാനൊന്ന് പറയട്ടെ എന്ന് പെട്ടെന്ന് ശോശച്ചേടത്തി എന്തോ പറയാനൊരുങ്ങിയപ്പോൾ അവരെന്നെ ഉപദേശിക്കാൻ തുടങ്ങുകയാണോ എന്ന് ഞാൻ ഭയന്നു. എനിക്കിതുവരെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരാത്ത ഒരേ ഒരാൾ ശോശച്ചേടത്തിയായിരുന്നു. ബാക്കി എല്ലാവരും നന്നായി, നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവൻ പോയത്, ഇല്ലല്ലേ എന്നാ ചെയ്തേനെ, നോക്കാൻ കൂടപ്പിറപ്പുകളില്ല, ഇനി എന്നായാലും സങ്കടപ്പെട്ടിരിക്കാതെ വല്ലവുമൊക്കെ ചെയ്യാൻ നോക്ക്. അല്ലേലും എന്നാ സങ്കടപ്പെടാനാ, ദൈവത്തോട് നന്ദിയല്ലേ പറയേണ്ടത്. തമ്പുരാനായിട്ട് തന്ന ഭാരം തമ്പുരാനായിട്ട് തിരിച്ചെടുത്തു എന്നിങ്ങനെ ഒരേ കാര്യങ്ങൾ പല വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ചിലർ തലയിൽ തലോടി ചേർത്തു പിടിച്ച് കൈകൾ കവർന്ന് അടുത്തിരുന്ന് മന്ത്ര കഴിയുന്നതുവരെ നേരിട്ട് ഇപ്പോൾ ഫോണിൽ നിരന്തരം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് അലറി വിളിക്കാൻ എനിക്ക് തോന്നും.
ഫോൺ ചെവിയിൽ നിന്ന് അകത്തിപ്പിടിച്ച് ഞാൻ പല്ലിറങ്ങും. ശ്വാസിച്ചെടുത്ത് വീട്ടിൽ വന്നിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ടോമിയുടെ അകന്ന ബന്ധത്തിൽ ഒരു ആൻറ്റി മരിച്ചപ്പോഴാണ് ഞാൻ അവരെ ആദ്യം കണ്ടത്. കിടപ്പിലായിരുന്ന ആൻറ്റിയെ നോക്കിക്കൊണ്ടിരുന്നത് ശ്വാസച്ചേടത്തിയായിരുന്നു. ചുരുണ്ട മുടിക്കെട്ടും ഭംഗിയുള്ള ചിരിയുമുള്ള ഒരു സ്ത്രീ. ആൻറ്റിയുടെ ശരീരം കുളിപ്പിക്കാനെടുത്തവർ ഇത്രകാലം കിടപ്പിലായിട്ടും ആ ശരീരം വ്രണങ്ങളോ ചുളിവുകളോ ഇല്ലാതെ വൃത്തിയായിരിക്കുന്നതിനെപ്പറ്റി പറയുന്നത് കേട്ടപ്പോഴാണ് അവരുടെ ഹോം നേഴ്സിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ മോഹിച്ചത്. അത് പ്രയാസമില്ലായിരുന്നു. ശോശച്ചേടത്തി അങ്ങോട്ട് വിട്ട സിസ്റ്ററോട് ടോമി സംസാരിച്ചു. അവിടുത്തെ 7 കഴിഞ്ഞ് അവർ ഞങ്ങളുടെ കൂടെ വന്നു. അന്നു മുതൽ ഇതുവരെ ഒരിക്കൽ പോലും ലീവെടുക്കാതെ എങ്ങോട്ടും പോവാതെ അവരിവിടെ ഉണ്ടായിരുന്നു. ഇരുണ്ടുപോയ എൻ്റെ ദിവസങ്ങൾക്ക് വെളിച്ചം പകരാൻ അവരുടെ സാന്നിധ്യത്തിന് കഴിഞ്ഞിരുന്നു. തീർത്തും ഒറ്റപ്പെട്ടു പോയപ്പോഴൊക്കെ നിശബ്ദയായി എനിക്ക് കൂട്ടിരുന്നു. അബിൻ്റെ നിസ്സഹായതകളിൽ അറപ്പോ മടുപ്പോ ഇല്ലാതെ അവനെ സഹായിച്ചു, സഹതപിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ച്. ഇതെന്താ ഇങ്ങനെ പറ്റിയതെന്നും ചോദിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അവരോട് എന്നേക്കും നന്ദിയുള്ളവളായി. അവരിപ്പോൾ പറയാൻ ഒരുങ്ങുന്നത് എന്തായാലും അത് കേൾക്കേണ്ട ഒന്നിറച്ച് ഞാൻ ചിലപ്പോൾ ഇന്ന് പെയ്യാനിടയുള്ള വേനൽ മഴയെക്കുറിച്ച് എന്തെല്ലാമോ ആവശ്യമില്ലാതെ പറഞ്ഞ് വിഷയം മാറ്റി. ഇനി അധിക ദിവസം കഴിയും മുന്നേ ശ്വാസച്ചെടുത്ത് ഇവിടുന്ന് പോകും. ആ കോൺവെൻറ്റിലേക്ക്, അവിടുന്ന് മറ്റൊരു വീട്ടിലേക്ക്. ഞാനും ടോമിയും കൊടുക്കുന്ന കുറച്ചധികം പൈസ, എൻ്റെ കുറേ സാരികൾ, അതുമാത്രം പോരാ ശ്വാസച്ചെടുത്തിക്കെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. ഏത് വീട്ടിൽ നിന്നാലും അവർക്കതൊക്കെ കിട്ടും. അതിനപ്പുറം ഓർമ്മിക്കുന്ന എന്തെങ്കിലും ഒന്ന്. ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അവരുടെ ഓർമ്മകളിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന ഒരു മധുരം. ഞാൻ അവരോട് അതിനെപ്പറ്റി ചോദിച്ചു. ശ്വാസച്ചെടുത്തി നിർമ്മമതിയോടെ തലകുലുക്കി. എന്തിനു കൊച്ചേയെന്ന് എൻ്റെ ചോദ്യത്തെ നിസ്സാരമാക്കി. എന്നെ അങ്ങനെയൊന്നും സന്തോഷിപ്പിക്കാനാവില്ലെന്ന ധാർഷ്ട്യമാണ് അവരുടെ മുഖത്തെന്ന് തോന്നിയപ്പോൾ എനിക്ക് വാശി കൂടി. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരും. അതെൻ്റെ അവകാശമാണ്. എന്തു വേണമെന്ന് നിങ്ങൾ പറഞ്ഞേ മതിയാവൂ. ഒരൗട്ടിങ്. പെട്ടെന്ന് ശ്വാസച്ചെടുത്തി പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യപ്പെടുമെന്നായിരിക്കുമോ ഞാൻ പ്രതീക്ഷിച്ചത്? എനിക്ക് കൊടുക്കാൻ എളുപ്പമുള്ളത്. അത് കാണുമ്പോഴൊക്കെ വിധേയത്വത്തോടെ ശ്വാസച്ചെടുത്തി എന്നെ ഓർമ്മിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിരിക്കും. എനിക്ക് ലജ്ജ തോന്നി. ഞാൻ എപ്പോഴോ കൊടുത്ത ഓഫ് വൈറ്റ് കട്ട് വർക്ക് സാരി ഉടുത്ത് മുടി അയച്ചു കെട്ടി ശ്വാസച്ചെടുത്തി ഒരുങ്ങി വന്നപ്പോൾ അവർ വേറൊരാളാണെന്ന് എനിക്ക് തോന്നി. സ്റ്റൈലായിരിക്കുന്നു എന്ന് പ്രശംസിച്ചപ്പോൾ അവർ ഒട്ടും ദയയില്ലാതെ ഇപ്പോൾ ബെല്ലയെ കണ്ടാലാണ് ഇവിടുത്തെ പണിക്കാരി എന്ന് തോന്നുക എന്നെന്നെ ശാസിച്ചു. രാവിലെ കുളിച്ചിട്ട അതേ നരച്ച ചുരിദാർ, അലങ്കോലമായ മുടി. എനിക്കൊരുങ്ങാനോ ഉടുപ്പുകൾ മാറ്റാനോ തോന്നിയില്ല. ഇത് എനിക്ക് വേണ്ടിയുള്ള ഔട്ടിംഗ് അല്ലല്ലോ. എനിക്ക് വേണ്ടി അല്ലാത്തതിന് ഞാൻ തയ്യാറെടുക്കേണ്ടതുമില്ല. വണ്ടിയുടെ താക്കോൽ തപ്പിയെടുത്ത് വാതിൽ പൂട്ടി ഞങ്ങൾ ഇറങ്ങി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് ശ്വാസച്ചെടുത്തി ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ എന്ന് ചോദിച്ചത്. എനിക്ക് പേടിയായി. ഇവർക്ക് ഡ്രൈവിംഗ് അറിയുമോ? അറിയുമെങ്കിൽ തന്നെ ടോമി കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന വണ്ടി ഇവർക്ക് കൊടുത്തിട്ട്. ഞാൻ പോലും ഭയത്തോടെ ഇതെടുക്കാറുള്ളൂ. ബെല്ല പേടിക്കണ്ട, ഞാൻ വളരെ എക്സ്പേർട്ടാണ്. ഇപ്പോൾ തൊട്ടിട്ട് വർഷങ്ങളായെന്നേയുള്ളൂ. ഞങ്ങൾ 4 പെൺമക്കളായിരുന്നു. കല്യാണം കഴിയുന്നതുവരെ വീട്ടിലെ വണ്ടികളൊക്കെ ഞാനായിരുന്നു സ്ഥിരം എടുത്തിരുന്നത്. അപ്പൻ്റെ ഡ്രൈവിംഗ് തീരെ പോരാ. ഞാൻ അറിയാതെ താക്കോൽ നീട്ടി. ഇടുങ്ങിയ ഗേറ്റിലൂടെ അവർ അനായാസമായി വണ്ടി ഇറക്കുന്നത് അത്ഭുതത്തോടെ ശ്രദ്ധിച്ചു. ടച്ച് വിട്ടുപോയതിൻ്റെ പ്രശ്നമേ ഉള്ളൂ കൊച്ചേ. പണ്ടൊക്കെ എത്രയൊക്കെ ദൂരം വേറൊരാൾക്കും കൊടുക്കാതെ ഞാൻ തന്നെ, കാടും മലയും ഒക്കെ. അപ്പന് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതായിരുന്നു ഇഷ്ടവും വിശ്വാസവും. ബിസിനസ് ട്രിപ്പിനൊക്കെ എന്നെ വിളിക്കും. കോളേജ് മുടക്കിയിട്ടും ഞാൻ കൂടെ പോവുകയും ചെയ്യും. അന്നൊക്കെ ജീവിതം തന്നെ യാത്രകളായിരുന്നു, ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. ഒഫീഷ്യൽ, ബിസിനസ്, വിനോദം, വിശ്രമം, പല കാറ്റഗറിയിലുള്ള യാത്രകൾ. മലമുകളിൽ ഞങ്ങൾക്കൊരു തോട്ടവും ബംഗ്ലാവും ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഓഫ് റോഡാണ്. അതിലേക്കൂടി ജീപ്പ് ഓടിച്ച് കയറ്റുമ്പോഴത്തെ ത്രില്ല് ഇപ്പോഴും രോമങ്ങൾ എഴുന്നു നിൽക്കുന്നു. തിരക്ക് കുറിഞ്ഞ റോഡിലൂടെ പോകുന്നതിനിടയിൽ ശ്വാസച്ചെടുത്ത് നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ വാക്കും എന്നെ അതിശയപ്പെടുത്തി.
ഒരു വാക്കുപോലും അധികം സംസാരിക്കാത്ത ഇവരുടെ ഭൂതകാലം. ഒരിക്കലും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. വീടും കുടുംബവും ഒന്നുമില്ല. കോൺവെൻറ്റിലെ അന്തേവാസിയാണെന്ന് സിസ്റ്റർ പറഞ്ഞത് മാത്രമേ അറിയൂ. ശോശച്ചേടത്തി കോളേജിൽ? യെസ്, ബെല്ല പിടിച്ച അതേ കോളേജ്, അതേ കോഴ്സ്, ഫസ്റ്റ് ബാച്ച്. ഇപ്പോഴും പ്രിൻസിപ്പാളുടെ മുറിയിൽ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ബോർഡിൽ പേര് കാണും, ട്രീസ കുര്യൻ മണിമലക്കുന്നേൽ. ട്രീസ എന്നുള്ള പേരൊന്നും ഒരു ഹോം നേഴ്സിന് ചേരത്തില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ മാറ്റിയതാണ് ശോശാന്ന്. ഞാൻ ഞെട്ടലോടെ പെറുപെടുത്തു. ഇതൊന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇത്രയും പഠിച്ചിട്ട് ഈ തൊഴിൽ, ഇതൊക്കെ മറച്ചു വെച്ചത് എന്തിനാന്ന്? പറയുന്നതും പറയാത്തതും അതിലെന്തേലും മാറ്റമുണ്ടോ? പറഞ്ഞാൽ തന്നെ എന്തു മാറ്റം വരാനാണ്? ഞാൻ ചെയ്യേണ്ട തൊഴിൽ ഇത് തന്നെയല്ലേ? എനിക്ക് കിട്ടുന്ന കൂലിയിലും മാറ്റമുണ്ടാവില്ല. പിന്നെ പഠിച്ചവളാണെന്ന പരിഗണന, അതും എനിക്ക് വേണ്ടായിരുന്നു ബെല്ലേ. കൂലി തന്ന് പണിക്ക് നിർത്തുന്നവർ നമ്മൾ ചെയ്യുന്ന പണിക്കുള്ള മതിപ്പും പരിഗണനയും മാത്രം തന്നാൽ മതിയെന്ന് ഞാൻ നിശ്ചയിച്ചിരുന്നു. ഹോം സയൻസ് പഠിച്ചു, ഹോം നഴ്സിംഗ് ചെയ്യുന്നു. രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഇത്രയും പഠിച്ച ബല്ലിയും അത് തന്നെയല്ലേ ഇത്രകാലം ചെയ്തിരുന്നത്. ഞങ്ങൾ നഗരത്തിലേക്കുള്ള വഴിയിലെത്തിയിരുന്നു. ശോശച്ചേടത്തിയുടെ വിരലുകൾക്ക് വണ്ടി നന്നായി വഴങ്ങിക്കഴിഞ്ഞുവെന്ന് തോന്നി. ഒഴുകിപ്പോകുന്നതുപോലെ. ടോമി ഇങ്ങനെയല്ല വണ്ടി ഓടിക്കാറ്. സഡൻ ബ്രേക്കുകളും ഉരസലുകളും ചീത്തവാക്കുകളും ധാരാളം. ടോമി ഇത്തിരി ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിക്കല്ലേ, 13-ാം വയസ്സിൽ ഓടിക്കാൻ തുടങ്ങിയതാണെന്ന പൊങ്ങച്ചം. അബിനുണ്ടായതുകൊണ്ടാണ്. അതിനു മുന്നേ ഞാൻ സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ്. ഞാൻ പറഞ്ഞു തീർക്കും മുന്നേ ശോശച്ചേടത്തി ഇടക്ക് കയറി. അബിനുണ്ടായി, കരിയറും തീർന്നു. ദാറ്റ്സ് ഓൾ. നമുക്കത് വിടാം. പരിചിതമല്ലാത്തതോ പ്രയാസമുള്ളതായ സിറ്റുവേഷൻസ് ജീവിതത്തിൽ വന്നാൽ അതുവരെയുള്ളതൊക്കെ നുള്ളിപ്പെറുക്കിയും മോഹിച്ചും സ്വന്തമാക്കിയതൊക്കെ എവിടാണോ നിൽക്കുന്നത് അവിടെ കളഞ്ഞിട്ട് പോകാൻ ഒരു മടിയുമില്ലാത്തവരാ പെണ്ണുങ്ങൾ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടല്ലോ, കുറച്ചുകൂടി ദൂരം പോവാം. ശോശച്ചേടത്തി മലമുകളിലുള്ളൊരു കുരിശുപള്ളിയുടെ പേര് പറഞ്ഞു. പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അവിടേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. കുറച്ച് പ്രയാസമുള്ള വഴിയാണ്. കുറേ നടന്നു കയറുകയും വേണം. ഇന്നത്തെ ദിവസം ഒന്നും പ്രയാസമുള്ളതല്ല. ശോശച്ചേടത്തിയെ ട്രീസ ചേച്ചി എന്ന് വിളിക്കണോ എന്ന് ഞാൻ സംശയിച്ചു. ഇതുവരെ എനിക്കറിയാമായിരുന്ന എൻ്റെ ഹോം നേഴ്സ് അല്ല അവർ. മലമുകളിലേക്കുള്ള ചെറിയ വഴിയിലേക്ക് വണ്ടി കയറ്റുന്നതിനിടയിൽ ശോശച്ചേടത്തി പിന്നെയും പറയാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ കാറിൽ തൊട്ടിട്ടില്ല. അതിനു മുന്നേ തന്നെ വീട്ടിലെ പഴയൊരു ജീപ്പൊഴികെ എല്ലാം വിറ്റുപോയിരുന്നു. ബിസിനസ് പൊട്ടി. എങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള മരണവെപ്രാളത്തിലായിരുന്നു അപ്പൻ. ജീപ്പ് മാത്രം കൊടുത്തില്ല. ചരക്കെടുക്കാൻ പോയതും കല്യാണം വിളിക്കാൻ പോയതുമൊക്കെ അതിൽ. കല്യാണത്തിനൊരുങ്ങാൻ പാർലറിൽ പോയതും ഞാൻ തന്നെ ഓടിച്ചത്. അതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡ്രൈവ്. പിന്നെ ഇപ്പോഴാ. താങ്ക്സ് എ ലോട്ട് ബെല്ല. ഞാൻ മുന്നോട്ട് ശ്രദ്ധിച്ചു. സീസൺ കാലത്ത് ഇതിലെ ആളുകൾ കുരിശു ചുമന്ന് നടന്ന് കയറാറുണ്ട്. പീഡാനുഭവകാലത്ത് കുരിശിൻ്റെ വഴി നടക്കാറുണ്ട്. അബിന് സുഖമാകാൻ ഞാൻ ഇവിടെയും നേർച്ച നടന്നിട്ടുണ്ടാകണം. അവനെയും കൂട്ടി കുരിശു ചുമന്ന് മല കയറാമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ചുറ്റും മരങ്ങൾ വളർന്ന് പടർന്ന് വഴിയിലാകെ തണൽ വീണ് കിടക്കുന്നു. വഴി വിജനമാണ്. തണുത്തൊരു നിശബ്ദത. ശോശച്ചേടത്തി ആരുമില്ലാത്തവളായതെങ്ങനെയെന്ന് അറിയണമെന്ന് എനിക്ക് തോന്നി. 4 പെൺമക്കളായതുകൊണ്ട് മൂത്തവളെ എങ്ങനെയും കെട്ടിച്ചുവിടൽ പ്രധാനമായി. ബിസിനസ് തകർച്ചയൊക്കെ മറച്ചു വെച്ചിട്ടായിരുന്നു എൻ്റെ കെട്ട്. ബിസിനസ്സുകാർക്ക് ഒരുതരം അപകടകരമായ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഓരോ തവണ വീഴുമ്പോഴും ഈസി ആയിട്ട് എണീറ്റ് പോരാമെന്ന്, പിന്നെ പഴയതിലും നന്നായി നടക്കാൻ പറ്റുമെന്ന്. എൻ്റെ അപ്പനും അതുണ്ടായിരുന്നു. ബോംബെയിലെ ജോലിയുള്ള വലിയൊരു കുടുംബക്കാരന് വലിയ സ്ത്രീധനം പറഞ്ഞ് ഉറപ്പിച്ചു. കല്യാണത്തിന് കാശ് മുഴുവൻ കൊടുക്കാൻ പറ്റിയില്ല. അവധി പറഞ്ഞു. അവധികൾ നീണ്ടു പോയി. അപ്പൻ കൂടുതൽ ആഴത്തിലേക്ക് വീണുകൊണ്ടിരുന്നു. അവസാനം ബ്രാൻഡിയിൽ ചേർത്ത് ഇച്ചിരി വിഷം. എളുപ്പത്തിൽ എല്ലാ പ്രശ്നവും അങ്ങ് തീർത്തു. പറയുമ്പോൾ ശോശച്ചേടത്തിയുടെ ശബ്ദം ഇടറുകയോ കണ്ണുകൾ നിറയുകയോ ചെയ്തില്ല. മറ്റാരുടെയോ കാര്യം പറയുന്നത് പോലെ, പത്രത്തിലെ വാർത്ത വായിക്കുന്നത് പോലെ. എൻ്റെ കഥ രസമുണ്ടോ ബെല്ലേ? ഞാനതൊക്കെ മറന്നിരുന്നു. ഇപ്പോൾ ഈ വണ്ടിക്കകത്തെ തണുപ്പ്, സ്റ്റിയറിങ്ങിൻ്റെ മിനുമിനുപ്പ്, ഡീസലിൻ്റെ മണം, ഇതൊക്കെ ആയപ്പോൾ
പഴയതെല്ലാം കൂടെ തിരിച്ചു വന്നു. എനിക്കതൊന്നും രസമായിട്ട് പറഞ്ഞു ഫലിപ്പിക്കാനൊന്നും വശമില്ല. ശരിക്കു പറഞ്ഞാൽ BGMഉം എഫക്ട്സും ഒക്കെ ഇട്ട് പൊലിപ്പിക്കേണ്ടതാ. അവർ പൊട്ടിച്ചിരിച്ചു. എനിക്ക് കരച്ചിൽ വന്നു. ടാറിട്ട റോഡ് അവസാനിച്ചെടുത്ത് ശ്വസിച്ചെടുത്തി വണ്ടി ഒതുക്കി. മുകളിലേക്ക് വാഹനം പോകുന്ന വഴിയുണ്ട്. പക്ഷേ കുത്തനെയുള്ള കയറ്റമാണ്. ലെവലില്ലാതെ കുണ്ടും കുഴിയും കല്ലുമായി കിടക്കുമോ. കാണുമ്പോൾ കൊതിയാകുന്നു. ഇത്തരം വഴികളിലൂടെ വണ്ടി ഓടിക്കാൻ എനിക്കിഷ്ടം. പക്ഷേ വണ്ടിക്ക് ചില്ലറ പോറലും പരിക്കുമൊക്കെ പറ്റും. ടോമിക്ക് ഇഷ്ടപ്പെടുകയില്ല. നമുക്ക് നടന്നു കയറാം, അല്ലേൽ ഇവിടെ വല്ല മരച്ചുവട്ടിലിരിക്കാം. വണ്ടിയിൽ നിന്നിറങ്ങുന്നതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു, എനിക്ക് മുകളിലേക്ക് കയറണമെന്നില്ലായിരുന്നു. ഇനിയൊന്നും പ്രാർത്ഥിക്കാനില്ല. ഒരു നേർച്ചയും വീട്ടാനില്ല. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നുമില്ല. സത്യം പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പള്ളിയിൽ കയറിയത് അബിൻ്റെ അടക്കിനാ. അതും പ്രാർത്ഥിക്കാനല്ല, അവനെ യാത്ര അയക്കാൻ. അവൻ എന്നെ തിരിച്ചറിയത്തില്ലേലും എനിക്ക് അവനെ അറിയായിരുന്നല്ലോ. ശ്വസിച്ചെടുത്തിയും അത് തന്നെ എന്നോട് പറഞ്ഞു. എൻ്റെ കൈകളിൽ വിരൽ കോർത്തു. ഞങ്ങൾ റോഡിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഒരു മരത്തണലിലിരുന്നു. അധികം കാട്ടിനുള്ളിലേക്ക് പോകാത്തതാണ് നല്ലതെന്ന് അവർ പറഞ്ഞു. സാരിയുടെ ഞൊറികൾ വൃത്തിയായി പിടിച്ചുവെച്ച് കാൽമുട്ടുകൾ ഉയർത്തിയുള്ള ഇരിപ്പിൽ ശ്വസിച്ചെടുത്തി അതിസുന്ദരിയും പ്രൗഢയുമാണെന്ന് എനിക്ക് തോന്നി. പ്രീസ കുര്യൻ, മണിമലക്കുന്നേൽ. ഞാൻ ഒച്ചയില്ലാതെ മന്ത്രിച്ചു. ആ വീട്ടുപേര് എനിക്ക് പരിചയമുണ്ട്. ഞങ്ങളുടെ കോളേജിന് മുന്നിലൂടെ മണിമലക്കുന്നിൽ എന്നു പേരുള്ള ചുവപ്പ് ബസ്സുകൾ ഓടിയിരുന്നു. അതോ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു. ആ ബസ്സുകളായിരുന്നു സ്റ്റാൻഡിലധികവും. ചുവപ്പിൽ വെള്ളവരകളുള്ള ബസ്സുകൾ. ശ്വസിച്ചെടുത്തിയുടെ ഇപ്പോഴത്തെ ഈ മെറ്റാമോർഫോസിസിനെ പറ്റി ടോമിയോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. എന്തു ധൈര്യത്തിലാണ് അവർക്ക് വണ്ടി കൊടുത്തതെന്ന് കലഹിക്കും. ഞാനിതൊരിക്കലും ടോമിയോട് പറയാൻ പോകുന്നില്ല. എനിക്ക് 2 മക്കളുണ്ടായിരുന്നു ബെല്ലെ. ഇളയവനുണ്ടായിരുന്നതിൽ അബിൻ്റെ പ്രായമായേനെ. ബോംബെയിൽ ഡയറിയ പോലൊരു രോഗം പടർന്ന സമയത്താണ് രണ്ടുപേരും. ന്യൂമോണിക് പ്ലേഗ് എന്നോ മറ്റോ ആയിരുന്നു അതിൻ്റെ പേരെന്ന് പിന്നെ വായിച്ചു. കുഴപ്പമില്ല, മാറിക്കോളും. വഴിയിൽ നിന്ന് കണ്ണിൽ കണ്ടതൊക്കെ വാങ്ങിച്ചു തിന്നിട്ട് എന്ന് പറഞ്ഞ് അയാൾ നിസ്സാരമാക്കി. എൻ്റെ കയ്യിൽ 5 പൈസയില്ല. അവസാനം വളരെ വൈകി ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴേക്കും ഒക്കെ തീർന്നു. ശ്വസിച്ചെടുത്തിയുടെ കണ്ണുകളിൽ നീർത്തിളക്കമുണ്ടെന്ന് എനിക്ക് തോന്നിയതാവും. അവർ പിന്നെയും പറഞ്ഞു. കൊടുക്കാത്ത സ്ത്രീധന ബാക്കിയും തകർന്നടിഞ്ഞു പോയി. അപ്പൻ ആത്മഹത്യ ചെയ്ത കുടുംബവും പോരെ ജീവിതം നരകമാകാൻ. ആത്മാഭിമാനം എന്നൊരു സംഗതിയെപ്പറ്റി ഞാൻ മറന്നേ പോയി. അയാൾ തല്ലത്തില്ല, ഒന്നും പറയത്തില്ല. പകരം എന്നും എൻ്റെ കൈകളിലെ നഖങ്ങൾ വാതിലിൻ്റെ ഇടയിൽ വെച്ച് വാതിലടക്കും തുറക്കും. അതായിരുന്നു ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ വേദനിച്ചു പിടിയുമ്പോൾ ഊറിച്ചിരക്കും. അവർ 2 കൈപ്പത്തികളും നിവർത്തിപ്പിടിച്ച് എനിക്ക് കാണിച്ചു തന്നു. നീലച്ചവിയുള്ള നഖങ്ങൾ. ഞാനിതിനു മുമ്പും ശ്രദ്ധിച്ചിട്ടുണ്ട്. വല്ല അസുഖമായിരിക്കുമോ എന്ന് സംശയിച്ച് ടോമിയോട് പറയുന്നുണ്ട്. പകരുന്ന സൂക്കേടൊന്നുമല്ല. പ്രായമാവുമ്പോൾ ചിലരുടെ നഖങ്ങൾ ഇങ്ങനെ എന്ന് ടോമി പറഞ്ഞത് കേട്ട് സമാധാനിച്ചിട്ടുണ്ട്. എത്ര വർഷം കഴിഞ്ഞു. നഖമൊക്കെ എത്ര വളർന്നു, എത്ര വട്ടം മുറിച്ചു. എന്നിട്ടും പുതുതായി വരുന്ന നഖത്തിനും ആ ചതഞ്ഞ് നീലിച്ച നിറം. 5-8 വർഷം എല്ലാ ദിവസവും എൻ്റെ നഖങ്ങൾ ചതഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വേദന കടിച്ചു പിടിച്ചാലും താങ്ങാനാവാതെ നിലവിളിച്ചാലും അയാൾ ചിരിക്കും. ചിലപ്പോൾ വാതിലിൽ ചാരി നിന്ന് സെക്സ് ചെയ്യും. അതിൻ്റെ ഇടയിൽ എൻ്റെ 2 കൈയിലെ നഖങ്ങൾ മാറി മാറി വാതിലിനിടയിൽ കയറ്റിവെച്ച് അയാളുടെ പുറം കൊണ്ട് വാതിൽ അടക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അയാൾ എനിക്കകത്ത് കയറിയിറങ്ങുന്ന ഓരോ തവണയും ഞാൻ പ്രാണവേദന കൊണ്ട് പുളയും. ഞാൻ തലകുനിച്ചിരുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വാതിലിൽ അമർത്തിച്ചാരി നിൽക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് നിർത്തിയ പെണ്ണുടലിലേക്ക് പ്രവേശിക്കാൻ മുന്നോട്ടായുന്ന നഗ്നമായ ആൺ ശരീരം കൺമുന്നിലെന്നോണം ഞാൻ കണ്ടു. മക്കൾ പോയതിന് ശേഷം അയാൾക്കൊപ്പം താമസിക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. ജീവിച്ചിരിക്കാനും കാരണമുണ്ടായിരുന്നില്ല. അപ്പൻ്റെ മരണമോർത്തപ്പോൾ സ്വയം ചാവാൻ തോന്നിയില്ല. പക്ഷേ അറിയാത്ത ആ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് ചെയ്യണമെന്നും അറിയില്ലായിരുന്നു. അയാൾക്കൊപ്പം ജീവിച്ച വർഷങ്ങൾ എൻ്റെ അന്തസ്സു മാത്രമല്ല നശിപ്പിച്ചത്, ധൈര്യവും കൂടിയായിരുന്നു. ഞാനൊരു മാളത്തിൽ ഒളിച്ചിരുന്ന എലിയെപ്പോലെയായിരുന്നു. പുറത്തിറങ്ങിയാൽ കെണിയിൽ പെടുമെന്ന് പേടിച്ച് അതിനകത്ത് തന്നെ പതുങ്ങിയിരുന്നു. ഒടുക്കം ശരിക്കും അയാൾ ഒരു കെണി വാങ്ങിക്കൊണ്ടിരുന്നു.
ലിവറിൽ കൊടുത്ത നാരകപ്പൂള് എലി കടിച്ചാൽ മുകളിലേക്ക് ഉയർത്തി വെച്ച് ഇരുമ്പ് കഷ്ണം നേരെ അതിൻ്റെ കഴുത്തിൽ വന്ന് വീഴും. കശേരുക്കലൊടിഞ്ഞ് അപ്പോൾ തന്നെ അത് ചത്തോളും. എൻ്റെ കൈകൾ ബലമായ അയാൾ അതിനടിയിൽ വെച്ചു. ലിവർ തട്ടാൻ ഇട കൊടുത്തില്ല. അതിനു മുന്നേ ശ്വാസച്ചെടുത്തി തല കാൽമുട്ടുകളിലേക്ക് ചായ്ച്ചു. ഞാൻ അവരിനി പറയാൻ പോകുന്നത് എന്തെന്നോർത്ത് വേവലാതിപ്പെട്ടു. എന്നിട്ടോ എന്ന ചോദ്യം എനിക്കുള്ളിൽ കിടന്ന് വീർപ്പുമുട്ടി. അത് ചോദിക്കരുതെന്നും അവരായിട്ട് എൻ്റെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറാത്ത ഒരാളോട് ഞാനും അതേ മാന്യത കാണിക്കേണ്ടതുണ്ട്. മാൻ മിസ്സിംഗ് കേസിൽ കുറേ അന്വേഷണങ്ങളൊക്കെ നടന്നു. ഞാൻ തന്നെയാണ് പരാതി കൊടുത്തത്. അയാളുടെ ബന്ധുക്കളൊക്കെ കുറേ നാൾ കയറിയിറങ്ങി നടന്നു. എന്നെ ഭീഷണിപ്പെടുത്തി. പോലീസും കുറേ ചോദ്യം ചെയ്തു. വാടക വീടായിരുന്നു. അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. വേറെങ്ങും പോവാനില്ലാത്തതുകൊണ്ട് നാട്ടിലേക്ക് തന്നെ വന്നു. അനിയത്തിമാരൊക്കെ പല വഴിക്കായി. അമ്മ മഠത്തിലെ അനാഥ മന്ദിരത്തിലായിരുന്നു. കിടന്നിടത്ത് തന്നെയെല്ലാം ചീഞ്ഞു നാറിക്കിടക്കുമായിരുന്നു. അവിടുന്ന് തുടങ്ങിയതാ. പിന്നതൊരു തൊഴിലായി. ഞാൻ അതിശയത്തോടെ ശ്വാസച്ചെടുത്തിയെ നോക്കി. ഇടിയൊച്ചകൾക്കൊപ്പം മിന്നലുകളും പുളഞ്ഞു. മഴ പെയ്തേക്കും. നമുക്ക് പോയാലോ എന്ന് അവരെഴുന്നേറ്റു. കൈനീട്ടി തന്ന് എന്നെയും എഴുന്നേൽപ്പിച്ചു. ഞങ്ങൾ നിശബ്ദരായി വണ്ടിക്കരികിലേക്ക് നടന്നു. മെയിൻ റോഡിൽ എത്തുമ്പോഴേക്ക് മഴത്തുള്ളികൾ കനം വെച്ച് വീഴാൻ തുടങ്ങി. മഴയത്ത് ഡ്രൈവ്, ഓഫ് റോഡ് ഡ്രൈവ്, എല്ലാം ഇഷ്ടങ്ങളും ഒന്നിച്ച് സഫലമായല്ലോ ബെല്ലക്കൊച്ചെ. മെനി മെനി താങ്ക്സ് എന്ന് ശ്വാസച്ചെടുത്ത് എന്നെ നോക്കി മധുരമായി ചിരിച്ചു. അവരെ ട്രീസ ചേച്ചി എന്ന് വിളിക്കാൻ എനിക്ക് കൊതി തോന്നി. വീട്ടിലേക്കുള്ള ഇടറോഡിലേക്ക് തിരിയുമ്പോൾ മഴ കനത്തിരുന്നു. പുറത്തെ മഴയുടെ ഒച്ചയിലും വേനലിൽ അല്പം വളഞ്ഞുപോയ വൈപ്പർ ബ്ലേഡിൻ്റെ പരുക്കൻ ഒച്ചയിലും പാതി മുങ്ങിപ്പോയതാണെങ്കിലും ശ്വാസച്ചെടുത്തി പറഞ്ഞത് ഞാൻ കേട്ടു. ബെല്ല എന്നോട് ചോദിച്ചില്ലേ, അഭിനെ എങ്ങനെയാണ് ശവപ്പെട്ടിക്കകത്ത് നേരെ കിടത്തിയെന്ന്? അത് എളുപ്പാ കൊച്ചേ. മരിച്ചവർക്ക് നോവത്തില്ല. നമുക്കവരെ എങ്ങനെയും വളച്ചൊടിക്കാം, ഒടിച്ച് നേരെയാക്കാം. പെട്ടെന്ന് ചെയ്യണമെന്നേയുള്ളൂ. മരവിച്ചു പോണേനു മുന്നേ. ഞാൻ നടുക്കത്തോടെ കേട്ടിരുന്നു. വണ്ടിയുടെ ഹെഡ്ലൈറ്റുകൾ മഴയെ കീറി മുറിച്ചു.